السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا. عن جابر رضي الله عنه عن النبي صلى الله عليه وسلم قال: لا فضل لعربي على عجمي ولا لعجمي على عربي. رواه البيهقي. ആദരണീയരായ വിധികർത്താക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ, 2020 മെയ് 25 മനുഷ്യാവകാശങ്ങളുടെ ഈറ്റില്ലമായി സ്വയം അവകാശപ്പെടുന്ന അതേ അമേരിക്കയുടെ മണ്ണിൽ വെള്ളക്കാരനായ ഒരു പോലീസുകാരൻ്റെ കാലിനടിയിൽ ഞെരിഞ്ഞമർന്ന് ശ്വസനം തടസ്സപ്പെട്ട ജോർജ് ഫ്ലോയ്ഡ് എന്ന നീഗ്രോയുടെ ശബ്ദമുയർന്നു: ഐ കാൻ ബ്രീത്ത്, എനിക്ക് ശ്വസിക്കാനാകുന്നില്ല. അതൊരിക്കലും ഒരു നീഗ്രോയുടെ മാത്രം ശബ്ദമായിരുന്നില്ല. ഏതാനും നിമിഷങ്ങൾ കൂടി നീണ്ടുനിന്ന ആ രംഗം ജോർജ് ഫ്ലോയ്ഡിൻ്റെ മരണത്തിലാണ് കലാശിച്ചത്. തൊലി കറുത്തു എന്ന ഒറ്റ കാരണത്താൽ ആ നീഗ്രോയുടെ ജീവിക്കാനുള്ള അവകാശം ഒരു വെള്ളക്കാരൻ്റെ ബൂട്ടിനടിയിൽ അവസാനിച്ചു. തൊട്ടുടനെ രാജ്യത്തിൻ്റെ തെരുവോരങ്ങളെ കൈയടക്കിയ ജനസഞ്ചയത്തിലെ ഓരോ വ്യക്തിയുടെയും നാവുകളിൽ ആ വാക്കുകൾ തത്തിക്കളിച്ചു: ഐ കാൻ ബ്രീത്ത്, എനിക്ക് ശ്വസിക്കാനാകുന്നില്ല. അതൊരിക്കലും ഒരു നീഗ്രോയുടെ മാത്രം ശബ്ദമായിരുന്നില്ല. ലോകത്തിൻ്റെ അഷ്ടകോണുകളിൽ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട, സ്വാതന്ത്ര്യമെന്ന അവകാശം ഹനിക്കപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ട 1000 മനുഷ്യജന്മങ്ങളുടെ ശബ്ദമായിരുന്നു. അവിടെയാണ് പ്രവാചകന്റെ അറഫ പ്രഭാഷണത്തിന് പ്രസക്തിയേറുന്നത്. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ വഫി ബലദിക്കും ഹാദാ വഫി ശഹരിക്കും ഹാദാ. അറഫ എന്നൊരു നാളിന്, മക്ക എന്നൊരു നാടിന്, ദുൽഹജ്ജ് എന്നൊരു മാസത്തിനുള്ള പവിത്രതയാണ് ഒരു മനുഷ്യന്റെ ജീവനുള്ളതെന്ന്, അവന്റെ സമ്പത്തിനും അഭിമാനത്തിനും ഇസ്ലാം വകവെച്ച് നൽകുന്നതെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു പ്രവാചകൻ. മാനവരാശി ദർശിച്ച ഏറ്റവും ഉന്നതമായ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് കാതോർക്കുക. ഇന്ന ദിമാഅക്കും, അതേ ജീവിക്കാനുള്ള അവകാശം, സുരക്ഷിതമായി ജീവിതം നയിക്കാനുള്ള അവകാശം, സെക്യൂരിറ്റി ഓഫ് ലൈഫ്. ചിതലരിക്കുന്ന ആധുനിക മനുഷ്യാവകാശ ചാർട്ടറുകളിലും ഒരുപക്ഷെ ഈ വാക്കുകൾ കാണാം. അതെപ്പോഴാണ് ഒരു മനുഷ്യന് ലഭ്യമാവുക, അതിനെപ്പോഴാണ് ഒരു മനുഷ്യൻ അർഹനാവുക എന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സദസ്സിനോട് ഞാൻ ചോദിച്ചാൽ, സമകാലിക സങ്കല്പങ്ങൾ അനുസരിച്ച് ഒരുപക്ഷെ നിങ്ങളും പറഞ്ഞേക്കും അവൻ്റെ ജനനം മുതൽക്കാണെന്ന്. എന്നാൽ ഇസ്ലാമിൻ്റെ നിലപാടെന്തെന്നറിയോ? ഒരു മനുഷ്യന്റെ ജനനം മുതൽക്കല്ല, മറിച്ച് അവന്റെ അണ്ടവും ബീജവും സംയോജിച്ച് മാതാവിന്റെ ഗർഭാശയത്തിൽ സിക്താണ്ഡം രൂപപ്പെടുന്നത് മുതൽക്ക് തന്നെ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് ഇസ്ലാം പറഞ്ഞു വെക്കുന്നത്. പ്രവാചകരെ, വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായിരിക്കുകയാണ്, എന്നിൽ ശിക്ഷ നടപ്പാക്കൂ എന്ന് പറഞ്ഞ് തിരുദൂതരുടെ അടുക്കലേക്ക് കടന്നു വന്നൊരു സ്ത്രീയുണ്ട് ചരിത്രത്തിൽ. പോവുക, നീ ചെയ്ത കുറ്റത്തിനൊരിക്കലും നിന്റെ കുഞ്ഞിനെ ശിക്ഷിക്കാനാകില്ലെന്ന കൽപ്പനയിലൂടെ ഗർഭസ്ഥ ശിശുവിന് പോലും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രവാചകൻ. പ്രഖ്യാപനങ്ങൾ 1000 ഉണ്ടായിരുന്നിട്ടും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കേണ്ട അതേ ഭരണകൂട സംവിധാനങ്ങൾ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സമകാലിക യുഗത്തിൽ പൗരത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വദേശി വിദേശി എന്ന് മനുഷ്യനെ വേർതിരിക്കുന്ന, തരം തിരിക്കുന്ന നിയമവ്യവസ്ഥയാണ് ലോകരാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അമേരിക്ക വകവെച്ച് നൽകുന്ന അവകാശങ്ങൾ അത് അമേരിക്കക്കാർക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. അവരല്ലാത്തവർക്ക് ആ അവകാശങ്ങളോ അമേരിക്കയിലെ നിയമപരിരക്ഷകളോ ബാധകമല്ലെന്ന തത്വമാണ് ഇറാഖിലെ സാധാരണക്കാരെയും അഫ്ഗാനിലെ ഗ്രാമീണരെയും ഗസയിലെ പിഞ്ചു പൈതങ്ങളെയും അറുങ്കൊല ചെയ്യാൻ അമേരിക്കൻ സൈനികർക്ക് പ്രചോദനമേകിയത്.
അതേ തത്വത്തെ മുൻനിർത്തി തന്നെയാണ് അമേരിക്ക രാജ്യത്തിന് പുറത്ത് അബൂ ഖുറൈബും ഗോണ്ടാനോമയും പോലുള്ള തടവറകൾ സ്ഥാപിക്കുന്നത്. അവിടെ അരങ്ങേറിയ ഫ്യൂഡൽ കാലഘട്ടത്തെ പോലും ലജ്ജിപ്പിക്കുന്ന, നാണിപ്പിക്കുന്ന പീഡനമുറകൾ ചോദ്യം ചെയ്യപ്പെടില്ല. കാരണം അമേരിക്ക മുന്നോട്ട് വെക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കാനും മാത്രം അവർ മനുഷ്യരല്ലത്രേ. എന്നാൽ ഇസ്ലാമിന്റെ നിലപാട് എത്രയോ സുന്ദരമാണ്. പ്രപഞ്ചനാഥന്റെ ഖലീഫയായി ഭൂമിയിൽ നിയുക്തനായ ഓരോ മനുഷ്യനും മുഴുവൻ അവകാശങ്ങളും ഇസ്ലാം വകവെച്ച് നൽകുകയാണ്. അവിടെ ദേശഭാഷ വ്യത്യാസങ്ങളില്ല. ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അജമി, അവിടെ വർഗ്ഗവർണ്ണ വ്യത്യാസങ്ങളില്ല. വലാ ലിഅസ്വദ അലാ അഹ്മർ, അവിടെ സ്വദേശി വിദേശി എന്ന വേർതിരിവില്ല. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. സാധാരണക്കാരനായ ഒരു വ്യക്തിയെ ഉന്നത കുലജാതിക്കാരനായ ഈജിപ്ഷ്യൻ ഗവർണറുടെ മകൻ അകാരണമായി ഉപദ്രവിച്ചെന്ന് വ്യക്തമായപ്പോൾ പിതാവായ ഗവർണറായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് രണ്ടാം ഖലീഫ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. മതസ്തഅബത്തുമുന്നാസ്, എന്ന് മുതൽക്കാണ് നിങ്ങൾ ജനങ്ങളെ അടിമകളാക്കാൻ ആരംഭിച്ചത്? വഖദ് വലദത്ഹും ഉമ്മഹാത്തുഹും അഹ്റാറ, അവരുടെ മാതാക്കൾ അവരെ സ്വതന്ത്രരായിട്ടാണല്ലോ പ്രസവിച്ചത്. ഇസ്ലാം മനുഷ്യന് വകവെച്ച് നൽകുന്ന സ്വാതന്ത്ര്യം എന്ന മൗലികാവകാശത്തെ ഏറ്റവും നന്നായി, ഏറ്റവും വ്യക്തമായി വരച്ചു കാട്ടുന്നതായിരുന്നു വാക്കുകൾ. ആധുനിക മനുഷ്യാവകാശ ചാർട്ടറുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഉജ്ജ്വലമായി ചെയ്തു കാണിച്ച മതമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ വിശുദ്ധ ദീനുൽ ഇസ്ലാമും അത് ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യാവകാശങ്ങളും ലോകത്ത് നടപ്പാകുന്ന ഒരു പൊൻപുലരിക്കായി പ്രതീക്ഷയോടെ നമുക്കും കാത്തിരിക്കാം. ഫൻതളിറു ഇനി മഅകും മിനൽ മുൻതളിരീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.